അപ്പോൾ ഓസ്ട്രേലിയയുടെ കാര്യമെടുത്താൽ ഓസ്ട്രേലിയയിലെ ഇപ്പം ഞങ്ങളുടെ സുഹൃത്തുക്കൾ തന്നെ അവിടെ MBA കോഴ്സിന് പോകുന്നവർ, നഴ്സിംഗ് കോഴ്സിന് പോകുന്നവർ, കെമിക്കൽ എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട ഒട്ടേറെ ആളുകൾക്കുള്ള അവസരം ഓസ്ട്രേലിയ പോലെ ഒരു വിശാല രാജ്യം തുറന്നു കിടക്കുന്നുണ്ട്. അവിടെ ഇംഗ്ലീഷ് ഭാഷ ഉപയോഗിക്കുന്നതിന് യാതൊരു വിലക്കുമില്ല. കാരണം നമുക്കറിയാവുന്നതുപോലെ അതൊരു കോളനി രാജ്യമായിരുന്നു. എന്നാൽ സ്കാൻഡിനേവിയൻ രാജ്യത്ത് പൊതുവായ ഭാഷ പോലും ഇംഗ്ലീഷ് ഭാഷ പോലുമില്ല. പക്ഷെ അപ്പോഴും എന്തുകൊണ്ടാണ് സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ ഇപ്പോഴും പ്രസക്തമാകുന്നത്, ആകർഷണീയമാകുന്നത്? ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരു രാജ്യം എന്ന് പറയുന്നത് അതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയാൻ പറ്റുമോ? പലപ്പോഴും ഒരുപാട് ഭാഷകൾ സംസാരിക്കുന്ന നമ്മുടെ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സ് അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിലെ പല സ്റ്റേറ്റ്സ് ഇവിടെയൊക്കെ പോയി സെറ്റിൽ ചെയ്തിട്ടുള്ള മലയാളികൾ എങ്ങനെ ഈ ഭാഷ മുഴുവൻ പഠിച്ചത്? പിന്നെ എക്കണോമി സൈസ് എന്ന് പറയുന്നത് നമ്മൾ നോക്കുകയാണെങ്കിൽ പല രാജ്യങ്ങളിലും നമുക്ക് എക്കണോമി സൈസ് ഇപ്പോൾ ഫ്രാൻസിൻ്റെ $3 ട്രില്യൺ എക്കണോമിയാണ്. ഈ സ്കാൻഡിനേവിയൻ കൺട്രീസ് നോക്കുകയാണെങ്കിൽ നെതർലാൻഡ്സ് $1.2 ട്രില്യൺ എക്കണോമിയാണ്. നോർവേ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് $0.7 ട്രില്യൺ ഉണ്ട്. അപ്പോൾ ഇത്രയും രാജ്യങ്ങളുടെ ഓവറോൾ GDP എന്ന് പറയുന്ന സൈസ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഹ്യൂജ്. അപ്പോൾ അത്രയും നല്ല എക്കണോമിയിൽ പോയി ജോലി ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാവാവുന്ന അഡ്വാൻറ്റേജ് ഈ പറഞ്ഞ രാജ്യങ്ങളിൽ നേരത്തെ സംസാരിച്ച പോലെ ഹാപ്പിനെസ് ഇൻഡെക്സ്, ഓവറോൾ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇറ്റ്സ് വെരി ഹൈ. അപ്പോൾ ആ രാജ്യങ്ങളിൽ ഇംഗ്ലീഷ് സ്പീക്കിംഗ് അല്ല എന്ന ഒരൊറ്റ കാരണം കൊണ്ട് നമുക്ക് ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആയിട്ടുള്ള മറ്റൊരു രാജ്യത്തെ കമ്പയർ ചെയ്ത് അതാണ് നല്ലതെന്ന് പറയുന്ന അർത്ഥമില്ലല്ലോ. അപ്പോൾ ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആയതുകൊണ്ട് നമ്മൾ ഇംഗ്ലീഷ് പരിചിതമായതുകൊണ്ട് മാത്രമാണ്. പക്ഷേ അതൊരു മെൻ്റൽ ബ്ലോക്ക് മാത്രമാണ്. നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാൻ പോകുമ്പോൾ ഏറ്റവും അഡ്വാൻറ്റേജസ് ആയിട്ടുള്ളത് ഇൻഡസ്ട്രി എവിടെയാണുള്ളത്, അതെവിടെയുള്ളത് നമ്മൾ അവിടെ പോയി പഠിക്കണം. കാരണം ഈ കുട്ടികൾ പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ മൾട്ടിനാഷണൽ കമ്പനീസിലൊക്കെയാണ് ജോലി ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഗൾഫിലേക്ക് ജോലി ചെയ്യാൻ പോകുന്നു. ഗൾഫിൽ ജോലി ചെയ്യാൻ പോയ ശേഷം നമ്മൾ അവിടുത്തെ ഭാഷ നമ്മുടെ യൂഷ്വലി സെയിൽസ് ചെയ്യുമ്പോൾ നമ്മൾ അറബിയിലാണോ സംസാരിക്കാറുള്ളത്? നമ്മുടെ ആളുകൾ പോയി അറബിക്കാണോ സംസാരിക്കുന്നത്? സെയിൽസിൽ മാർക്കറ്റിങ്ങിൽ പോകുമ്പോൾ ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഏത് രാജ്യത്താണെങ്കിലും ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ വർക്ക് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ ലോക്കൽ ലാംഗ്വേജ് ഫ്ലുവൻസി നേടേണ്ട ആവശ്യകതയില്ല. നമ്മളിപ്പോൾ ഒരു ടീച്ചറായിട്ടോ ഡോക്ടറായിട്ടോ നേഴ്സായിട്ടോ അങ്ങനെയൊക്കെ വർക്ക് ചെയ്യാൻ പോവുകയാണെങ്കിൽ ലോക്കൽ കമ്മ്യൂണിറ്റിയായിട്ട് ഇൻട്രാക്ഷൻ വരും. അപ്പോൾ മാത്രമാണ് ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ ഒരു ബുദ്ധിമുട്ട് വരുന്നത്. അല്ലെങ്കിൽ ഒരിക്കലും അതിനെ നമുക്ക് ഒരു പ്രശ്നമായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല.